ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം നാഗമ്പടത്തുള്ള ജൂബിലി ഹീറോ ഷോറൂമിലാണ്. ഓൺ ഓഫറായിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവായ അമൽ ബ്രോയോട് ചോദിക്കാം. അമൽ ബ്രോ, വെൽക്കം ടു മൈ വീഡിയോ. വെൽക്കം ബ്രോ, നമുക്ക് ഓഫേഴ്സ് ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ഓൺ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് സ്കൂട്ടേഴ്സിനാണ് ഓഫർ ഉള്ളത്. ഇപ്പോൾ നിലവിൽ ബൈക്സിനൊക്കെ നമുക്ക് നോർമൽ ഉള്ള ഓഫേഴ്സ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2000 രൂപ വരെ ക്യാഷ് ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്കുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ സ്പ്ലെൻഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോ ഡൗൺ പേയ്മെന്റ് ഇപ്പോൾ വണ്ടി ഇറക്കി കൊടുക്കുന്നുണ്ട്. ഫിനാൻസുകാർക്ക് സ്കീം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് ലോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇപ്പോൾ വണ്ടി ഇറക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 5 രൂപയ്ക്കൊക്കെ വണ്ടി ഇറങ്ങുന്നുണ്ട്. സ്പ്ലെൻഡർ ആണെങ്കിലും നമുക്കിപ്പോൾ ഇത് വരുന്ന ബേസ് വേരിയന്റ് ആണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ നോക്കിയെടുക്കുന്ന മോഡലാണ്. പണ്ടോട്ടെ ഉള്ള ചെറിയ വിലയ്ക്ക് തന്നെ എടുക്കാം. ഏറ്റവും ലോ പ്രൈസിൽ തന്നെ എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. ഏറ്റവും ലോ പ്രൈസ്, നല്ല മൈലേജും. അതെ, അത്യാവശ്യം മൈലേജും പറയുമ്പോൾ നമുക്ക് എന്റെ തന്നെ കസ്റ്റമേഴ്സ് എന്നോട് പറയുന്നുണ്ട്, കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം 90 അടുത്ത് മൈലേജ് കിട്ടുന്നതാണ് അവർ പറയുന്നത്. മൈലേജ് കിങ് എന്നുള്ള റേഞ്ചാണ് സ്പ്ലെൻഡർ നിൽക്കുന്നത്. മെയിൻ്റെനൻസും കുറവായിരിക്കും. നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. ഓൺ റോഡ് എത്ര ഇറക്കാൻ പറ്റും? ഓൺ റോഡ് നമുക്ക് ഇപ്പോൾ 1,1800 രൂപയാണ് ഇപ്പോൾ ആക്സറീസ് ഉൾപ്പെടെ നമ്മൾ ഇവിടുന്ന് വണ്ടി ഇറക്കുമ്പോൾ കൊടുക്കുന്നത്. ഇതിന്റെ ഒരു ഫുൾ ബ്ലാക്കും കൂടെ, ഇതിന്റെ ഫുൾ ബ്ലാക്ക് കളറോടെ വരും. ഇത് സെയിം വേരിയന്റ് തന്നെ ഫുൾ ബ്ലാക്ക് കൂടെ വരും. അത് അവിടെ ഇരിപ്പുണ്ട് വണ്ടി കാണാനാണെങ്കിൽ. നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള മോഡൽ വരുമ്പോൾ പാഷൻ പ്ലസ് ആണ്. ഇത് തന്നെ ഇത് വരുമ്പോൾ 1,40,000 രൂപ വരും. ഇതാണെങ്കിലും പുതിയൊരു വേരിയന്റ് ഇപ്പം അവർ റീലോഞ്ച് ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ വരും. LED DRLs ആണ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങൾ വരും. വണ്ടി കാണാനാണ് അത്യാവശ്യം ലുക്ക് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 125 cc കാറ്റഗറിയിലോട്ട് പോകണം. അത് വരുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് വരുന്ന ഇതാണ് സൂപ്പർ സ്പ്ലെൻഡർ എന്ന് പറയുന്ന മോഡലാണ്. ഇത് വരുമ്പോൾ 125 cc അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടും. പിന്നെ മീറ്റർ ആണെങ്കിലും ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന മീറ്റർ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മെസ്സേജ്, കോള് കാര്യങ്ങൾ, അലേർട്ട് കാര്യങ്ങളെല്ലാം വരും. ഇതിന് നമ്മളിപ്പോ ടോപ്പ് വേരിയന്റ്, നമ്മളിപ്പോ എല്ലാ വണ്ടിയുടെ ടോപ്പ് വേരിയന്റ് കാര്യങ്ങളാണ് ഇപ്പൊ വിൽക്കുന്നത്. 125 cc നോക്കിയാലും നമ്മൾ ഫ്രണ്ട് ഡിസ്ക് വരും. അത്യാവശ്യം ടോപ്പ് കാറ്റഗറിയിലുള്ള മോഡലാണ് ഇത്. ഇത് വരുമ്പോൾ ഒറ്റ സിംഗിൾ കളറേ വരുന്നുള്ളൂ. വേറെ കളർ വേരിയന്റ് ഒന്നും വരുന്നില്ല. സ്പെഷ്യൽ എഡിഷൻ പോലെ ഇറക്കിയിരിക്കുന്നതാണ്. ഇതൊരു ഓൺ റോഡ് വരുമ്പോൾ 1,19,500 രൂപ. ഡൗൺ പേയ്മെന്റ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു നമുക്ക് സിബിൽ സ്കോറിനനുസരിച്ച് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ പോയാലും ഈ പറഞ്ഞ ഈ സ്പ്ലെൻഡറിന്റെ എമൗണ്ട് വണ്ടി ഇറങ്ങും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്കോർ നമ്മുടെ ട്രാക്ക് അനുസരിച്ചാണ്. ആക്സറി ഉൾപ്പെടെയാണോ? ആക്സറി ഉൾപ്പെടെ. ആക്സറി വരുമ്പോൾ സീറ്റിന് കവർ വരും, ടാങ്കിന് കവർ വരും, ഹാൻഡിൽ ഗ്രിപ്പ് വരും, ലേഡീസിന് പിടിക്കാനുള്ള ഹാൻഡിൽ വരും. ആക്സറി ഇല്ലാതെ വരുമ്പോൾ കൊണ്ടോട് വരുമ്പോൾ ആക്സറി ഓൾമോസ്റ്റ് ഒരു 1,700 ആക്സറി വരുന്നുണ്ട്. ഇതിന് വരുമ്പോൾ ക്രാഷ് ഗാർഡ് ഒക്കെ ആക്സറീസ് ആയിട്ടാണ് വരുന്നത്. ക്രാഷ് ഗാർഡ് ഇല്ല, ക്രാഷ് ഗാർഡ് ആക്സറി ആയിട്ടാണ് വരുന്നത്. ആക്സറി ഇല്ലാതെ കൂട്ടി നോക്കുമ്പോൾ ഒരു 1,17 സംതിങ് വരും. നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. സ്കൂട്ടേഴ്സിന്റെ സെഗ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ പ്ലഷറിൽ നിന്നാണ്. പ്ലഷർ വരുമ്പോൾ നമുക്ക് ഇത് ടോപ്പ് വേരിയന്റ് ആണ്. ഇതിന്റെ താഴത്തെ വേരിയന്റും ഉണ്ട്. അത് വരുമ്പോൾ LED ഹെഡ്ലൈറ്റ് വരില്ല, നോർമൽ ഹെഡ്ലൈറ്റ് ആയിരിക്കും വരുന്നത്. ഇത് വരുമ്പോൾ LED ഹെഡ്ലൈറ്റ് വരും. പിന്നെ ഇച്ചിരി ബോഡി ക്വാളിറ്റി ആണല്ലോ ഇച്ചിരി കൂടുതലായിരിക്കും. ഈ ഒരു ഡാഷ് ബോർഡ് ഒക്കെ കണ്ടാലും മനസ്സിലാവും. ഒരു സ്പെഷ്യൽ എഡിഷൻ കളർ തീമിലാണ് വന്നിരിക്കുന്നത്. മൊബൈൽ ചാർജിംഗ് ഒക്കെ ഉണ്ട്. ചാർജിംഗ് പോർട്ട് ഉണ്ട് അടിയിൽ. ഇതിന്റെ അടിയിൽ ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം ഡിജിറ്റൽ മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അത് ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. മെസ്സേജ്, കോള്, അലേർട്ട് കാര്യങ്ങളെല്ലാം വരും. DRL ഉൾപ്പെടെ വരുന്നു. അത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു കളർ വേരിയന്റ് ആണ് ഈ ഇരിക്കുന്നത്. ഇതിന്റെ താഴത്തെ വേരിയന്റ് ആണോ? ഇതിന്റെ താഴത്തെ വേരിയന്റ് വരുമ്പോൾ നോർമൽ ഹാലജൻ ബൾബ് വരും. ഈ പറയുന്ന ക്രോം ഫിനിഷ് ഉള്ള ഡീറ്റെയിൽ വരില്ല. പിന്നെ ഈ മിറർ വരില്ല, ബാക്ക് റെസ്റ്റ് കാര്യങ്ങൾ വരില്ല. മൊത്തം എത്ര വേരിയന്റ്സ്? നമുക്ക് 2 വേരിയന്റ്, 3 വേരിയന്റോളം ഉണ്ട്. ഒരു സ്പെഷ്യൽ എഡിഷനും ഉണ്ട്. കസ്റ്റമേഴ്സിന്റെ താല്പര്യം അനുസരിച്ച് ബുക്കിംഗ് എടുക്കുന്നു എന്നുള്ളൂ. ഇത് ഓൺ റോഡ് വരുമ്പോൾ 1,11,000 രൂപ വരും. ആക്സറീസ് ഉൾപ്പെടെ കേട്ടോ. ഇതിന് ഫുൾ റൗണ്ട് ഗാർഡ് കാര്യങ്ങൾ വരും, മാറ്റ് വരും, സീറ്റിന് കവർ വരും. താഴത്തെ വേരിയന്റ് 1,06,000 രൂപ വരും. ഇത് വേറെ കളറാണ്. ഇതിന്റെ വേറൊരു കളർ വേരിയന്റ്, പുതിയൊരു കളർ ഇറങ്ങിയതാണ്. നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റോക്കിൽ ഇപ്പൊ വന്നേക്കുന്ന കളറാണ്. മൊത്തം എത്ര കളറുണ്ട് ടോട്ടൽ? നമുക്ക് പ്ലഷറിനൊക്കെ ഒരു 6-7 കളറുകളും ഉണ്ട്. നമ്മളതിന് കസ്റ്റമേഴ്സിന് ഏറ്റവും ഡിമാൻഡുള്ള കളേഴ്സ് നമ്മൾ എടുത്തു വെക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളർ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇത് കഴിഞ്ഞ് 110 cc തന്നെ ഉള്ള സെഗ്മെന്റിലുള്ളതാണ് ഈ സൂം എന്ന് പറയുന്നത്. സൂം 110 അത്യാവശ്യം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോഡലാണ്. ഇതിന്റെ തന്നെ
ഒരു ഹൈ എൻഡ് വേർഷൻ 125cc കാറ്റഗറി അടുത്ത് ഇറങ്ങിയിരിക്കുന്നതാണ് ഇത് സൂം 125. 125. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മോഡൽ, അത്യാവശ്യം എൻക്വയറീസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്ന മോഡലാണ്. നിലവിലുള്ള 125cc സെഗ്മെന്റിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടാഗ് കിട്ടിയേക്കുന്നതാണ്. ബിഗർ ടയേഴ്സ് ഉണ്ട്. 14 ഇഞ്ച് ടയർ കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീൽ നമുക്ക് കംഫർട്ട് ആയിട്ട് ഓടിച്ചോണ്ട് നടക്കാൻ പറ്റും. സ്കൂട്ടർ ഓടിക്കുന്ന ഫീൽ വരില്ല. പിന്നെ മീറ്റർ ആണല്ലോ അത്യാവശ്യം ഫുള്ളി ഡീറ്റെയിൽ മീറ്റർ കൺസോളാണ്. അത് അത്യാവശ്യം ഇപ്പൊ നമ്മൾ എക്സ്പൾസിനൊക്കെ വരുന്ന പോലത്തെ സെയിം മീറ്റർ കാര്യങ്ങൾ ഇതിനും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. ഇതൊരു പെയർ ചെയ്യാൻ പറ്റും. മൊബൈൽ വഴി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരും. 10x10 നാവിഗേഷൻ അടക്കം കാണിക്കും. ആവറേജ് ഫ്യൂൽ എക്കണോമി, റേഞ്ച് എത്ര കിട്ടും എന്നുള്ളതൊക്കെ കാണിക്കും. അണ്ടർ സീ സ്റ്റോറേജ് എത്ര ലിറ്റർ ഉണ്ട്? ബൂട്ട് സ്പേസ് വരുമ്പോൾ 27 ലിറ്റർ. ഫ്യൂവൽ ഫില്ലിംഗ് ഇതിലല്ലേ? ബാക്കിലാണ് വരുന്നത്. ഇതിന് അങ്ങനെ വേരിയൻസ് ഒക്കെ വരുന്നത്? ഇത് വരുന്നത് നമുക്കിത് ടോപ്പ് വേരിയന്റ്, നമ്മളെല്ലാം വേണ്ടി ടോപ്പ് വേരിയന്റ് എടുത്ത് വെക്കുന്നത്. ടോപ്പ് വേരിയന്റ് വരുന്നത്. ടോപ്പ് വേരിയന്റ് എത്രയാ ഓൺ റോഡ് വരുന്നത്? ഓൺ റോഡ് വരുമ്പോൾ 1.24 ഓൺ റോഡ് വരുന്നത്. 1,24,000 വിത്ത് ആക്സസറീസ്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ ഇതിന് ഫുൾ റൗണ്ട് ഗാർഡ് കാര്യങ്ങളൊന്നും വരില്ല. ഇച്ചിരി ഓൾറെഡി ഒരു ബൾക്ക് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് ഗാർഡ് കാര്യങ്ങളൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഫ്രണ്ട് മാറ്റ് വരും, സീറ്റിന് കവർ വരും, ഹാൻഡിൽ ഗ്രിപ്പ് വരും. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അല്ലാതെ തന്നെ ചാർജിംഗ് പോർട്ട് അകത്തുണ്ട്. ഇതിന്റെ തൊട്ട് താഴത്തെ വേരിയന്റ് എടുക്കണമെങ്കിൽ ഇതിന്റെ താഴത്തെ വേരിയന്റ് ആണ് ഇത്. ഇത് വരുമ്പോൾ 1,17,000 രൂപ വരും. അത് 110cc ആണ്. ഇത് 125cc ആണ്. ഈ വണ്ടിക്ക് ഈ ഒരു വേരിയന്റ് അല്ലല്ലോ, ഇതിന്റെ തൊട്ട് താഴെ ഒരു വേരിയന്റ് ഇല്ല. അപ്പൊ ഇതിന്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ് നമ്മൾ ഉണ്ട്. പക്ഷെ നമുക്ക് കസ്റ്റമൈസ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് വരുന്ന ഈ വേരിയന്റ്. കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള വേരിയന്റ്. ഇതിനെങ്ങനെ ഓൺ റോഡ് വരുന്നത്? ഇത് വരുമ്പോൾ 1,17,000 രൂപ. ഇത് നേരത്തെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മോഡലാണ്, ആദ്യത്തെ മോഡലാണ്. ബ്രോ ഇപ്പൊ പറയുന്ന റേറ്റിൽ നിന്ന് വീണ്ടും ഓൺ ഓഫർ കുറയും. ഓൺ ഓഫർ കുറയും. ഈ സ്കൂട്ടേഴ്സിനെല്ലാം 3,000 രൂപയോളം ക്യാഷ് വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പൊ പറഞ്ഞ ഓൺ റോഡ് എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ് ആണ്. അതിൽ നിന്ന് 3,000 രൂപ ഡിസ്കൗണ്ട് വരും. ഓൺ ഓഫർ കാണിച്ച് ഡിസ്കൗണ്ട് വരും. ഇതിന് ടോട്ടൽ വേരിയൻസ് എങ്ങനെയാ? ഇതിന്റെ 2-3 വേരിയന്റ് ഉണ്ട്. നമുക്ക് ഒരു സ്പെഷ്യൽ എഡിഷൻ കളർ വരുന്നുണ്ട്. അതാണ് അത് ആയിരിക്കുന്നത്. പുതുതായിട്ട് വന്നല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. ഇതിന്റെ ബേസ് മോഡൽ എടുക്കുവാണെങ്കിൽ എത്ര വരും ഓൺ റോഡ്? ഇതിന്റെ ബേസ് വേരിയന്റ് എടുക്കുവാണെങ്കിൽ ഓൺ റോഡ് 13,000 കിട്ടും നമുക്ക്. ഇതൊരു ഒറ്റ കളറേ വരത്തുള്ളൂ, സിംഗിൾ കളർ ആയിരിക്കും. DRL ഉൾപ്പെടെ വരുന്നു. DRL ഉൾപ്പെടെ വരും. ഇതും അത്യാവശ്യം പ്ലഷറിന്റെ തന്നെ സെയിം മീറ്റർ, ഡീറ്റെയിൽ മീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും ഉണ്ട്. ഇതിന് എത്രയായിരുന്നു ഓൺ റോഡ്? ഇത് ഓൺ റോഡ് ഇതിന് വരുമ്പോൾ 1,17 വരുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് വേരിയന്റ് ആണ്. ഇതിന്റെ ഇത് VX എന്ന് പറയുന്ന മോഡലാണ് വേരിയന്റ്. ഇത് 125ന്റെ വേറൊരു കളറാണ്. പിന്നെ വരുന്നത് നമുക്ക് ആകെ ഒരു കാറ്റഗറി തന്നെ ആ സൂം 125ന്റെ സെയിം എഞ്ചിൻ തന്നെ വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ഡെസ്റ്റിനി എന്ന് പറഞ്ഞ മോഡൽ. ഡെസ്റ്റിനിയുടെ പ്രൈം എന്ന് പറഞ്ഞ മോഡൽ. ഇത് ആദ്യത്തെ മോഡലായിരുന്നു, നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് അതിനെ ഇച്ചിരി കൂടെ കംഫർട്ട് ആക്കി ഇറക്കിയിരിക്കുന്ന മോഡലാണ് ഇത്. ഇതിപ്പോ നമുക്ക് നിലവിൽ ഇപ്പൊ ഏറ്റവും മൂവിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അത്യാവശ്യം ആൾക്കാർ തെരഞ്ഞു പിടിച്ച ആൾക്കാരെ എടുക്കാൻ വരുന്നുണ്ട്. ഇതിന് വരുമ്പോൾ നമുക്ക് 1,24,000 രൂപ ഓൺ റോഡും വരും. എന്നാൽ സൂമിന്റെ അത്ര പവർ കാര്യങ്ങളും കിട്ടും. അത്യാവശ്യം മൈലേജും കിട്ടും. 60 കിലോമീറ്റർ മൈലേജ് ക്ലെയിംഡ് പറയുന്നുണ്ട്. അത്യാവശ്യം ലുക്കും ഉണ്ട്. സ്റ്റൈലിഷ് ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഡീറ്റെയിൽ മീറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തും മെസ്സേജ്, കോൾ, അലേർട്ട് കാര്യങ്ങളെല്ലാം വരും. പിന്നെ നാവിഗേഷൻ ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ അത് കാണിക്കും. ആവറേജ് ഫ്യൂൽ എത്ര കിട്ടും, ആവറേജ് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, എല്ലാം ഇതിൻ്റെ അത് കാണിക്കും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലെയിംഡ് മൈലേജ് വരുന്നുണ്ട്. പിന്നെ ഫുള്ളി മെറ്റൽ ബോഡിയാണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ടാണ് വണ്ടി ഇറക്കിയേക്കുന്നത്. ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഇതിന്റെ 2 വേരിയന്റ് ഉണ്ട്. ഇത് ബേസ് വേരിയന്റ് വരും. ഇതിന്റെ ഇസറക്സ് എന്ന് പറയുന്ന വേരിയന്റ്. ഇത് ഇസറക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ്. ഇതിന്റെ വേരിയന്റ് വ്യത്യാസം വരുന്നത് വെച്ചാൽ ഇതിന്റെ ഡാഷ്ബോർഡിനൊക്കെ ഇതുണ്ട്. ഡാഷ്ബോർഡ് സീറ്റിനൊക്കെ ഒരു കളർ തീം വ്യത്യാസം വരും. ഡാഷ്ബോർഡ് വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. ഇവിടെ വരുമ്പോൾ നോർമൽ ഷെയ്ഡ് വരും. പിന്നെ ഈ ഡെസ്റ്റിനി ബാഡ്ജിങ്ങിനൊക്കെ ഒരു ഗോൾഡൻ തീം വരും ഇതിനാണെങ്കിൽ. ഇവിടെ വരുമ്പോൾ സിൽവർ തീമേ വരും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അല്ലേ? കളറിലുള്ള വ്യത്യാസം. അപ്പൊ റേറ്റ് എത്ര? റേറ്റ് കുറവ്. നമുക്ക് ഒരു 1,000-1,500 വ്യത്യാസമുള്ളൂ. അത് ആ ഒരു കളർ പാഡ്ജിങ്ങിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനും ഓൺ റോഡ് എത്രയാണ്? ഇതിന് ഓൺ റോഡ് വരുമ്പോൾ 1,23,100 സംതിങ് വരും. ഇതാണെങ്കിൽ 1,24,100 വരും. 1000 രൂപ വ്യത്യാസമുള്ളൂ. ഈ സ്വിച്ച് എന്താ? i3s എന്നൊരു ഓപ്ഷൻ. നമുക്ക് അഡീഷണൽ മൈലേജ് കിട്ടും എന്നുള്ള രീതിയിൽ കമ്പനി കൊടുത്തേക്കുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഈ ബ്ലോക്കിലൊക്കെ നിൽക്കുവാണെങ്കിൽ 10 സെക്കൻഡ് വണ്ടി നിർത്തിയിടുവാണെങ്കിൽ തന്നെ മോട്ടോർ കട്ട് ഓഫ് ആവും. എന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി റണ്ണിങ് ആയിരിക്കും.
ഇനി അടുത്ത ഗ്ലാമറിലേക്ക് പോകല്ലേ. ഗ്ലാമർ വരുമ്പോൾ നമുക്ക് ആ പറഞ്ഞ ആ സൂപ്പർ സ്പ്ലെൻഡറിന്റെ തന്നെ സെയിം എഞ്ചിന് കാര്യങ്ങൾ വെച്ച് വന്നേക്കുന്നത്. ഇച്ചിരി സ്റ്റൈലിഷ് ലുക്കിൽ കാര്യങ്ങൾ ഇതിലൊക്കെയാണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് ഡെലിവറി ആയിരിക്കുന്ന വണ്ടിയാണ്. ഡെലിവറി വരുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ആക്സറീസ് ഉൾപ്പെടെ വരുമ്പോൾ വണ്ടി ഇങ്ങനെ ഇറങ്ങും. സീറ്റിന് കവർ വരും, ടാങ്കിന് കവർ വരും, ഹാൻഡിൽ ഗ്രിപ്പ് വരും, ലേഡീസിന് പിടിക്കാനുള്ള ഹുക്കും വരും. ഈ വണ്ടി എങ്ങനെയാണ് ഓൺ റോഡ് വരുന്നത്? ഈ വണ്ടി ഓൺ റോഡ് വരുമ്പോൾ 1,18,500 രൂപ. എല്ലാ ആക്സറി ഉൾപ്പെടെ? ഇത് ആക്സറി ഉൾപ്പെടെ. നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാം. ഇത് നമുക്ക് എക്സ്ട്രീമിന്റെ 125cc സെഗ്മെന്റിലുള്ള വണ്ടിയാണ്. എക്സ്ട്രീം 125 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ആ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടാഗിലുമാണ് നിൽക്കുന്നത്. എക്സ്ട്രീം 125. കണ്ട 125 ആണോ പറയത്തില്ല. കണ്ട അത്യാവശ്യം ബൾക്കായിട്ടുള്ള ലുക്ക് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം 60 കിലോമീറ്റർ ക്ലെയിംഡ് മൈലേജ് പറയുന്നുണ്ട്. 60-65 കിലോമീറ്റർ ക്ലെയിംഡ് മൈലേജും പറയുന്നുണ്ട്. പിന്നെ മീറ്റർ ആണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളിൽ ഓർഡർ ആയിട്ടുള്ള മീറ്റർ കാര്യങ്ങളാണ് വരുന്നത്. സ്പോർട്ടി ലുക്ക് ആവശ്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടി. പിന്നെ ഈ സ്പ്രിന്റ് EBT എന്നൊരു ടെക്നോളജി ഉണ്ട്. അത് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ലോ കിലോമീറ്റർ സ്പീഡിൽ പോയാലും വണ്ടിക്ക് എഞ്ചിൻ നോക്കിങ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ബ്ലോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5ാമത്തെ ഗിയറിൽ വണ്ടി സഞ്ചരിച്ചാലും നമുക്ക് എഞ്ചിൻ നോക്കിങ് കാര്യങ്ങൾ ഉണ്ടാവില്ല. വണ്ടി സ്മൂത്ത് ആയിട്ട് തന്നെ റൺ ചെയ്യും. അതുകൊണ്ട് തന്നെ മൈലേജ് ഇച്ചിരി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഡ്യുവൽ ചാനൽ ABS അല്ല, സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അതായത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരും, ബാക്ക് ഡ്രം ആണ്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 1,34,000 രൂപ വരുന്നത്. ഇതിന്റെ വേറെ വേരിയന്റ് ഉണ്ട്. വേരിയന്റ് ഉണ്ട്. സ്പ്ലിറ്റ് സീറ്റ് വരുന്ന വേരിയന്റ് ഉണ്ട്. ഇത് സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇച്ചിരി കംഫർട്ട് കൂട്ടി ഇറക്കിയെന്നാണ് ഈ സിംഗിൾ സീറ്റ്. സിംഗിൾ സീറ്റ് ആകുമ്പോൾ ഇച്ചിരി ബെറ്റർ ആയിട്ട് നമുക്ക് റൈഡിങ് എളുപ്പമായിരിക്കും. ഇച്ചിരി യാത്രാ സുഖമൊക്കെ ഇതിന് കൂടുതലായിരിക്കും. അതിനെത്ര റേറ്റ്? അതിന് വരുമ്പോൾ ഇതിനേക്കാൾ ഒരു 2,000 രൂപയുടെ ഡിഫറൻസ് വരുന്നു. ഇതിന് നിലവിൽ ഇപ്പൊ എക്സ്ചേഞ്ച് ബോണസ് സ്കീം കിടപ്പുണ്ട്. ഒരു 3,000 രൂപയോളം ക്യാഷ് ഓഫ് വരുന്നുണ്ട്. ആ വേരിയന്റ് വരുമ്പോൾ ഇതിന്റെ തന്നെ ടോപ്പർ വേരിയന്റ് ആണ്. അതായത് എക്സ്ട്രീം 160 ആണ്. ഇത് സ്റ്റെൽത്ത് എഡിഷൻ എന്ന് പറയും. ഇതാണ് 2V വരുന്നത്. ഇതിന് 4V ഉണ്ട്, 2V ഉണ്ട്. ഇത് സ്റ്റെൽത്ത് എഡിഷൻ 2V വരുന്ന മോഡലാണ്. 2Vക്ക് എത്ര പ്രൈസ്? 2Vക്ക് വരുമ്പോൾ 1,48,000 രൂപ. 4Vക്കോ? 4V വരുമ്പോൾ നമുക്ക് 1,72,000 രൂപ. 4V വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അപ്സൈഡ് ഡൗൺ ഫോക്സാ വരുന്നത്. അത് KYBയുടെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അതിന് വരുമ്പോൾ 4 വാൽവ് വരുന്നുണ്ട്. ഇച്ചിരി പവറും കൂടുതലാണ്. ഇച്ചിരി സ്മൂത്തർ ആയിരിക്കും എഞ്ചിൻ. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുമോ? സ്പ്ലെൻഡർ. ഇത് രണ്ടും നമ്മൾ പറഞ്ഞിരുന്ന ആ സ്പ്ലെൻഡറിന്റെ തന്നെ ടോപ്പ് വേരിയന്റ് മോഡൽസ് ആയി. രണ്ട് കളേഴ്സ് വേരിയന്റ് വരുന്നുണ്ട്. ഇത് രണ്ടും വരുമ്പോൾ ഓൾമോസ്റ്റ് 1,07,400 റുപ്പീസ് വരും. 1,07,400 രൂപ വരും ഓൺ റോഡ്. ഇതാണ് ഡീറ്റെയിൽ മീറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. LED ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ മറ്റേ നോർമൽ സ്പ്ലെൻഡറിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി സ്വിച്ച് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. സ്വിച്ചിന് ഇച്ചിരി മറ്റേതിനേക്കാളും ക്വാളിറ്റി കാണും. ഹസാർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്രോ, ഇതിന്റെ വേരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഇത് നമ്മുടെ ഹീറോയുടെ തന്നെ സബ് ബ്രാൻഡായ വിഡ എന്ന് പറഞ്ഞ ഹീറോയുടെ തന്നെ ഇലക്ട്രിക്കിന്റെ ഒരു ബ്രാൻഡാണ് വിഡ. അതിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന മോഡലാണ് ഹീറോ വിഡ VX2 പ്ലസ് എന്ന് പറയും. പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിന്റെ ഗോ എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്, പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. പ്ലസ് വരുമ്പോൾ നമുക്ക് ഡബിൾ ബാറ്ററി വരും. മറ്റേ ഗോ വരുമ്പോൾ സിംഗിൾ ബാറ്ററി വരത്തുള്ളൂ. നമുക്ക് നമ്മുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് വണ്ടിക്കകത്ത് നിന്ന് ബാറ്ററി സെപ്പറേറ്റ് ഊരിയെടുത്ത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനൊന്നും വരാത്തൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതുണ്ടല്ലോ, വണ്ടി ഇങ്ങനെ സെപ്പറേറ്റ് ഊരിയെടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററി 2 ബാറ്ററി വരുന്നുണ്ട്. നമുക്ക് 2 ബാറ്ററിയുടെ കൂടി നമുക്ക് 100 കിലോമീറ്റർ റേഞ്ച് ആണ് പറയുന്നത്. അപ്പൊ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു ബാറ്ററി ഇട്ട് ഓടിക്കണം, അങ്ങനെയുള്ള വണ്ടി ഓടിക്കാം. പിന്നെ വരുന്നത് നമുക്ക് ഒരു ബാറ്ററി ഊരിയെടുത്ത് ചാർജ് ചെയ്യുവാണെങ്കിൽ ഒരു ബാറ്ററി ചാർജ് ആവാൻ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ 2 ബാറ്ററിയും കൂടെ ഇതിൽ കുത്തി ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 4.25 മണിക്കൂർ കൊണ്ട് ഈക്വലി ചാർജ് ചെയ്തെടുക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ചാർജിങ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ചാർജ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഈ സെഗ്മെന്റിലുള്ള സ്കൂട്ടേഴ്സിനൊക്കെ വളരെ കുറവാണ്. പിന്നെ അത് വരുമ്പോൾ ഇവിടെ കുത്തി ചാർജ് ചെയ്യാം. ഏതറിന്റെയൊക്കെ സെയിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പേയ്മെന്റ് വരും. ഒരു ചാർജിന് 60 രൂപ എടുത്ത് പേയ്മെന്റ് വരും. നമ്മൾ നിലവിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ യൂസ് ചെയ്താലും നമ്മുടെ യൂസ് ചെയ്താലും നമ്മൾ ഫ്രീ ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ
ബെസ്റ്റ് ഇൻ ക്ലാസ് മോട്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. PMS എന്ന് പറയുന്ന ടെക്നോളജിയാണ് മോട്ടർ വന്നിരിക്കുന്നത്. PMS ഗിയർ ഡ്രൈവ് ആണ്, അല്ലാതെ നമുക്ക് ചെയിനോ ബെൽറ്റോ ഒന്നും വരുന്നില്ല. ഹബ് മോട്ടർ അല്ല, ഡയറക്റ്റ് ടയറുമായിട്ട് ഗിയർ ഡ്രൈവ് വഴി ഘടിപ്പിച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ ടയർ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഈസി ആയിരിക്കും. ഈ ഒറ്റ നട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടയറും ചേഞ്ച് ചെയ്യാൻ പറ്റും. കംപ്ലൈൻസ് ഒക്കെ വളരെ കുറവാണ്. നമ്മുടെ ഇതിനുള്ള മുന്നേ ഉള്ള മോഡൽസിനൊക്കെ അപേക്ഷിച്ച് കമ്പനി അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിൽ നിന്ന് അഡീഷണൽ ടെസ്റ്റുകളൊക്കെ നടത്തി വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ സ്റ്റഡി ചെയ്ത് അതിന്റെ കംപ്ലൈൻസ് എല്ലാം പരിഹരിച്ചിട്ടാണ് ഇപ്പൊ പുതിയ മോഡൽ ഇറങ്ങി. ഇതിന് നിലവിൽ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ മോട്ടറിനും ബാറ്ററിക്കും ഇന്നവരെ ബ്ലാസ്റ്റോ അങ്ങനെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഡിസ്പ്ലേയിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് ജോയിസ്റ്റിക് വഴി എടുത്ത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്ത് നമ്മൾ മൊബൈൽ വഴിയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൻ്റെ അകത്തൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിപ്പം സെയിൽ ആവാത്ത വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇത് അധികം ഫീച്ചേഴ്സ് കാണിക്കാൻ പറ്റുന്നത്. ടേൺ ബൈറ്റ് ആണോ വരുന്നത്. പിന്നെ 2 ബാറ്ററിയുടെ ചാർജ് കാണിക്കുന്നുണ്ട്. 2 ബാറ്ററിക്ക് ഇതില്ല, 67 എന്നുള്ള രീതിയിൽ ചാർജ് കാണിക്കുന്നുണ്ട്. അതിൽ 68 കിലോമീറ്റർ ഓടും എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് 3 മോഡ് വരുന്നുണ്ട്. മോഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പൊ എക്കോ മോഡിലാണ് വണ്ടി വരുന്നത്. എക്കോയിൽ നമുക്ക് 67% ചാർജിൽ 68 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ഉണ്ട്. ഇപ്പോൾ അടുത്ത മോഡ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ റൈഡ് വരുമ്പോൾ 50 കിലോമീറ്റർ ആയിട്ട് അത് കുറഞ്ഞു. ഇച്ചിരി പവർ കിട്ടും. നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാനുള്ള ഇച്ചിരി പവർ ആയിരിക്കും. പിന്നെ അടുത്ത വരുമ്പോൾ സ്പോർട്ട് എന്ന് പറയുന്ന മോഡുണ്ട്. അതാണ് ഫുൾ പൊട്ടൻഷ്യൽ പവർ വരുന്നത്. വണ്ടിക്ക് 25.5 ടോർക്കാണ് വരുന്നത്. നോർമൽ സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് 11-12 ഇടയ്ക്ക് ടോർക്ക് വരുന്നത്. ഇതിനാണെങ്കിൽ 25 ടോർക്ക് ഉണ്ട്. 200cc വണ്ടിയുടെ അത്ര പവർ വരും. പിന്നെ അത്യാവശ്യം വണ്ടി പവർഫുള്ളും ആണ്. നമുക്ക് ഇത്ര ഹെവി ഡ്യൂട്ടി കാര്യങ്ങളാണെങ്കിലും വണ്ടി ചെയ്തോളൂ. റേഞ്ചിന് 100 കിലോമീറ്റർ. പിന്നെ ഇതിന്റെ അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്കോ മോഡിൽ തന്നെ പവർ കൺസ്യൂം ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇതിൻ്റെ അത് ബൂസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഈ എക്കോ മോഡിൽ 44 കിലോമീറ്റർ വരെ സ്പീഡിൽ പോവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അഡീഷണൽ ബൂസ്റ്റ് മോഡ് ഓൺ ആക്കിയത് കൊണ്ട് നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ ഫുള്ളി ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പവർ ഇതിൽ കിട്ടും. ഈ വേരിയന്റിനെ കുറിച്ച് പറയുക. ഈ വേരിയന്റ് അത് നമ്മൾ ഇതിന് മുന്നത്തെ മോഡലാണ്. ഇത് V2 പ്ലസ് എന്ന് പറയും. ഇത് V2 Pro ആണ്. നമുക്ക് ഇത് സെയിലായിരിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്കില്ല നിലവിൽ. ഇത് ഈ മോഡൽ ഇപ്പൊ നിർത്തിയേക്കാണ്. കഴിഞ്ഞിട്ട് ഇറങ്ങിക്കുന്ന മോഡൽ ലേറ്റസ്റ്റ് അതാണല്ലേ. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയായിരുന്നു? ഇത് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് 1,22,400 വരും. നമ്മൾ എക്സ്റ്റൻഡർ വാറന്റി ഉൾപ്പെടെ ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ വാറന്റി 1,22,400. 1,32 ആയിരുന്നു. അതിൽ നിന്ന് 5,000 രൂപ സബ്സിഡി കുറയും. 5,000 രൂപ ഷോറൂമിന് HFCL ഓഫറും ഉണ്ട്. പിന്നെ നമ്മൾ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 വർഷം വാറന്റി പറഞ്ഞിരുന്ന കമ്പനി അത് ഇപ്പോൾ 5 ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്പൾസ് വരുമ്പോൾ നമുക്ക് ഇത് ബേസ് വേരിയന്റ് ആണ്. ഇത് വരുമ്പോൾ നോർമൽ വേരിയന്റ് വരും. ഇതാണെങ്കിൽ 1,88,500 രൂപ അടുത്ത് വരും ഓൺ റോഡ്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ കളറാണ്. അത് ഇൻഡസ്ട്രിയൽ ഗ്രേ എന്ന് പറയും. അധികം ഇല്ലാത്ത കളറാണ്. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഈ വീക്ക് കറന്റ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കൂടത്തെ വന്നതാണ്. ഇതിന്റെ വേരിയൻസ് ടോപ്പ് വേരിയന്റ് റാലി എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അത് വരുമ്പോൾ റാലി ഇച്ചിരി സസ്പെൻഷൻ ഒക്കെ ഡിഫറൻസ് വരും. അതാണെങ്കിൽ 2,03,600 രൂപ വരും. അതിനാണ് സസ്പെൻഷൻ ഡിഫറൻസ് വരും. സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സസ്പെൻഷൻ ഒക്കെ വരുന്നത്. ഇതാണ് നോർമൽ വേരിയന്റ്. രണ്ടിന്റെ എഞ്ചിൻ വൈസ് എല്ലാം സെയിം ആണ്. പവർ ഫിഗേഴ്സ് എല്ലാം സെയിം ആണ്. സസ്പെൻഷൻ ഡിഫറൻസ് മാത്രമേ. ABS ഫ്രണ്ടിലാണ്. ഡ്യുവൽ ചാനൽ വരുന്നില്ല. ഡബിൾ ഡിസ്ക് വരും. മോളില് കുറച്ച് വണ്ടികൾ ഉണ്ടാകുന്നു. ജസ്റ്റ് എക്സ്പൾസ് റാലി എന്ന് പറയും. റാലി എഡീഷൻ ആണ്. എക്സ്പൾസ് പ്രോ എന്ന് പറയുന്ന മോഡലാണ്. ഫുൾ ഓപ്ഷൻ. ഇതാണ് 2,03,000. 2,03,600 രൂപ വരും ഓൺ റോഡ്. ഇത് സീറ്റ് ഹൈറ്റിന്റെ ഡിഫറൻസ് ആണ്. സസ്പെൻഷൻ അത്യാവശ്യം ഹയർ സൈഡിലാണ്. ഇതാണ് റാലി ഓഫ് റോഡ് സ്പെക്കിലാണ് വണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3 മോഡ് വരുന്നുണ്ട്. റാലി, റോഡ്, ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ 3 മോഡും വണ്ടിക്ക് വരും. അത് കൂടുതൽ ഹൈവേ സാധാരണ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ റൈഡിംഗ് പ്രിഫറൻസ് അനുസരിച്ച് മാറ്റാം. ഡിസ്പ്ലേ ഒക്കെ സെയിം തന്നെയല്ലേ? സെയിം. ഡിസ്പ്ലേ എഞ്ചിൻ എല്ലാം സെയിം. മൈലേജ് കാര്യങ്ങളൊക്കെ സെയിം. മൈലേജ് വരുമ്പോൾ ഒരു 40 to 45 പ്രതീക്ഷിക്കും. ഇത് വരുമ്പോൾ ഹീറോയുടെ മാവറിക് എന്ന് പറയുന്ന മോഡലാണ്. ഏറ്റവും കൂടുതൽ ഇത് ഇവിടുത്തെ 440cc എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് 2024 നമുക്ക് ഹീറോ ഹാർലി ഡേവിഡ്സണുമായിട്ട് ലൈവ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഹാർലി ഡേവിഡ്സണുമായിട്ട് കമ്പൈൻ ചെയ്ത് കൊളാബ് ചെയ്ത് ഇറക്കിക്കുന്ന വണ്ടിയാണ്. അതിന്റെ ഒരു സിമ്പിൾ പോലെ
അതിന്റെ തന്നെ സെയിം എഞ്ചിൻ കാര്യങ്ങൾ എടുത്തിട്ട് ഹീറോ പ്രൊഡക്ഷൻ ചെയ്തേക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ. ഇത് TFT ഡിസ്പ്ലേ അതെ, നല്ല എസോസിനോട് നല്ല അത്യാവശ്യം. അതെ, ഇതിനൊക്കെ മൈലേജ് നല്ല മൈലേജ് 30 to 32 അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 0 to 100 ഒക്കെ 0 to 100 ഒക്കെ ഓൾമോസ്റ്റ് 7 സെക്കൻഡ് താഴെ വരത്തുള്ളൂ. അത്യാവശ്യം പവർഫുൾ ആണ് വണ്ടി വരുന്നത്. പ്രൈസ് എങ്ങനെയാണ്? ടോപ്പ് സ്പീഡ് നല്ല വണ്ടി പോകുന്ന വണ്ടി ക്രൂസ് ചെയ്ത് പോകാൻ അത്യാവശ്യം അടിപൊളിയായിരിക്കും. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് വരുമ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഓഫർ പ്രൈസ് കിടപ്പുണ്ട്. 2,55,000 രൂപയ്ക്ക് നമുക്ക് കൺഫേം ചെയ്ത്. ഇതിന്റെ ഒരു ബ്ലൂ കളറും കൂടെ. ബ്ലൂ കളർ അതിന്റെ താഴത്തെ വേരിയന്റ്. ഇതിന് എത്രയായിരുന്നു ഓൺ റോഡ്? ഇത് വരുമ്പോൾ സിമിലർ റേറ്റ് തന്നെയാണ്. ഇതിന് വരുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ് എന്ന് പറയും. അതിന് വരുമ്പോൾ അലോയുടെ ഡിഫറൻസ് ആണ്. പിന്നെ ആ ഒരു കളർ ബാഡ്ജിങ് ഒക്കെ, ആ ഒരു മാവറിക് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ അതിനൊരു മെറ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. ഇതാകുമ്പോൾ നോർമൽ രീതിയിലാണ് വരുന്നത്. ഇത് മിഡ് വേരിയന്റ്. ഇതിന് എത്രയായിരുന്നു പ്രൈസ്? ഇത് പ്രൈസ് വരുമ്പോൾ 2,50,000. നമുക്ക് ഫ്ലാറ്റ് ക്യാഷ് ഓഫ് ഉണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് മേളിൽ വണ്ടി വില വന്നിരുന്നതാണ്. അപ്പൊ നിലവിൽ നമ്മൾ ക്യാഷ് ഓഫിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് 50,000 രൂപ ക്യാഷ് ഓഫ് ഉണ്ട്. 2024 മോഡലാണ് നമുക്ക് ഇരിക്കുന്ന സ്റ്റോക്ക്. വണ്ടി ഇപ്പൊ നിലവിലില്ല, പ്രൊഡക്ഷൻ ഇപ്പൊ ഇല്ല. ഗൈസ്, അപ്പൊ നമ്മൾ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ബ്രോ പറഞ്ഞു തന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുക. പിന്നെ വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ബ്രോ ചെയ്തു തരുന്നതായിരിക്കും. നമ്മളെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾ കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ വേറെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ചെയ്തു. യെസ് ബ്രോ, നമ്മളിപ്പം വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് ബ്രോ അഡീഷണൽ ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.